ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന SCR ആണല്ലേ. അപ്പോൾ SCR ആയിട്ട് റിലേറ്റ് ചെയ്ത ചെറിയൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ സീരീസ് പാരലൽ SCR അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഈ ഫിഗർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ചോദിക്കുന്ന സാധനങ്ങൾ ഞാൻ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഗ്രാഫിന് റിലേറ്റഡ് ആണ് ടേംസാണ്. ആ ടേംസേ പഠിക്കാനുള്ളൂ. അതേ ചോദിക്കുള്ളൂ. പക്ഷേ ഡിലേ ടൈമാണ്. ഇവിടെ ഡിലേ ടൈം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ TD എന്ന്. TD. അപ്പോൾ ഡിലേ ടൈം എന്താണെന്ന് ഓർക്കുക. ഡിലേ ടൈം TR, TP, TRR, TGR, TQ, TC കണ്ട. ഇതൊക്കെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് എന്താണെന്ന് നോക്കാം. അത് ഡിലേ ടൈം എന്ന് വെച്ചാൽ ടൈം ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻറ്റ് അറ്റ് വിച്ച് ഗേറ്റ് കറണ്ട് 90% ഓഫ് ഫൈനൽ വാല്യൂ എത്തും ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് അറ്റ് വിച്ച് ആനോഡ് കറണ്ട് 10%. അപ്പോൾ ആനോഡ് കറണ്ട് 10%, ഗേറ്റ് കറണ്ട് 90% എത്തുന്ന ആ വാല്യൂവിന് അല്ലെങ്കിൽ ആ ടൈം ഇൻസ്റ്റൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിലേ ടൈം എന്ന് പറയുന്നത്. ഇനി റൈസ് ടൈം എന്താണെന്ന് നോക്കാം. TR എന്താണെന്ന് നോക്കാം. TR എന്ന് പറഞ്ഞാൽ ആനോഡ് കറണ്ട് ഈ 10 നിന്ന് 90 എത്തുക ഫൈനൽ വാല്യൂവിലേക്ക്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് റൈസ് ടൈം. ഇനി സ്പ്രെഡ് ടൈം എന്താണെന്ന് നോക്കാം. സ്പ്രെഡ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം റിക്വയർഡ് ഫോർ ആനോഡ് കറണ്ട് ടു സെറ്റിൽ ടു ഇറ്റ്സ് ഫൈനൽ വാല്യൂ ഫ്രം 90 ഫൈനൽ വാല്യൂയിലേക്ക് സെറ്റിൽ ചെയ്യുന്ന സമയത്തിനാണ് നമ്മൾ സ്പ്രെഡ് ടൈം എന്ന് പറയുക. അപ്പോൾ TD, TR, TS വിത്ത് റെസ്പെക്ട് ടു ആനോഡ് കറണ്ട് പഠിച്ചാൽ മതി. ആദ്യം 0 നിന്ന് 10% എത്തുന്നതാണ് ഡിലോ ടൈം ആനോഡ്. അതുപോലെ തന്നെ 10 നിന്ന് 90 എത്തുന്നതാണ് റൈസ് TR. ഇത് TD. പിന്നെ TS സ്പ്രെഡ് എന്താണ്, 90 നിന്ന് ഫൈനലിലേക്ക് വരുന്നത് ആനോഡിൻ്റെ കേസിൽ. ഈ ഡിലേ ടൈമിൻ്റെ കേസിൽ നിങ്ങൾ ഗേറ്റ് കറണ്ട് വിത്ത് റെസ്പെക്റ്റും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് കൊടുക്കുക. ഗേറ്റ് കറണ്ട് 90% എത്തുന്നുണ്ട്. ഗേറ്റ് കറണ്ട് എത്രയാണ്, 90% എത്തുന്നു ഓർക്കുക. പിന്നെ ഈ ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഈ 3 ടേമും കൂടി കൂടിയതാണ് ഈ പറഞ്ഞ ടേൺ ഓൺ. ഡിലേ ടൈം, റൈസ് ടൈം, സ്പ്രെഡ് ടൈം. ആ ഗ്രാഫിലുണ്ട്. ആ ഗ്രാഫ് വിത്ത് റെസ്പെക്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ടേൺ ഓൺ വേണ്ട, ഡിലേ ടൈം, റൈസ് ടൈം, നമ്മളെ സ്പ്രെഡ് ടൈം. നെക്സ്റ്റ് TRR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റിക്കവറി ടൈമാണെന്ന് ആലോചിക്കുക. ഇത് TGR എന്ന് പറഞ്ഞാൽ ഗേറ്റ് റിക്കവറി ടൈമാണെന്ന് ആലോചിച്ചാൽ മതി. അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞാൽ വരുന്നാൽ മതി. പിന്നെ TC, TQ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചോദ്യം വരാറുണ്ട്. ഒന്ന് ഡിവൈസ് ടേൺ ഓഫ് ടൈമിനാണ് നമ്മൾ TQ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈമാണ് TC. അപ്പോൾ സർക്യൂട്ടിൽ C ഉണ്ട്. അപ്പോൾ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. Q എന്ന് പറഞ്ഞാൽ ഡിവൈസ് എന്ന് ഓർക്കുക. ഡിവൈസ് ടേൺ ഓഫ് ടൈം എന്താണെന്ന് വെച്ചാൽ ഡിവൈസ് ടേൺ ഓഫ് വെച്ചാൽ ടൈം റിക്വയർഡ് ബൈ SCR ഫോർ ഇറ്റ്സ് ടേൺ ഓഫ് പ്രോസസ്സ്. ടേൺ ഓഫ് പ്രോസസ്സിന് എടുക്കുന്ന സമയത്തിനെയാണ് ഡിവൈസ് എന്ന് വെച്ചാൽ SCR ഓഫ് ആവുന്ന സമയത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ടേൺ ഓഫ് ടൈം അല്ലെങ്കിൽ ഡിവൈസ് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. പിന്നെ സർക്യൂട്ട് ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ടൈം അലോട്ടഡ്. ഇത് ആവശ്യമുള്ളതാണ്, റിക്വയർഡ് ആണ്. ഇത് അലോട്ട് ചെയ്യുന്ന ടൈമാണ്. അലോട്ട് ചെയ്യുന്ന ടൈം ബൈ ദ സർക്യൂട്ട് ടു ദ ഡിവൈസ് ഫോർ ഇറ്റ്സ് ടേൺ ഓഫ് പ്രോസസ്സ്. രണ്ട് വ്യത്യാസം കണ്ടോ. ഒന്ന് ഡിവൈസ് റിക്വയർ ചെയ്യുന്നത്, അത് നമ്മൾ ആവശ്യമുള്ള സമയം, ടേൺ ഓഫ് ചെയ്യാൻ ആവശ്യമുള്ള സമയമാണ് ഡിവൈസ് ടേൺ ഓഫ് ടൈം. മറ്റേത് ടൈം കുറച്ച് അലോട്ട് ചെയ്തിട്ടുണ്ടാവും ഓഫ് ആവാൻ വേണ്ടി. അപ്പോൾ ആ ടൈമിൻ്റെ അകത്ത് ഓഫ് ആവാം അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ അലോട്ട് ചെയ്ത് വെക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അലോട്ട് ചെയ്യുന്ന സമയമായിരിക്കും എപ്പോഴും കൂടുതൽ റിക്വയർ ചെയ്യുന്നതിനെ കാട്ടി. അതുകൊണ്ട് TC ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ TQ. ഇത് സ്ഥിരമായിട്ട് പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യനാണ്. TC ഈസ് ഗ്രേറ്റർ ദാൻ TQ. ക്ലിയർ? ഗുഡ്. പിന്നെ ഒരു പോയിൻ്റാണിത്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോ ടേൺ ഓഫ് ടൈം ആണെങ്കിൽ കൺവെർട്ടർ ഗ്രേഡ് SCRഉം, ലാർജ് ടേൺ ഓഫ് ടൈം ആണെങ്കിൽ, ഫാസ്റ്റ് ടേൺ ഓഫ് ടൈം ആണെങ്കിൽ ഇൻവെർട്ടർ ഗ്രേഡ് SCRഉം. സ്ലോ ടേൺ ഓഫ് ടൈം ആണെങ്കിൽ അതിനെ കൺവെർട്ടർ ഗ്രേഡ് SCR എന്നും, ഫാസ്റ്റ് ടേൺ ഓഫ് ടൈം ആണെങ്കിൽ അതിനെ ഇൻവെർട്ടർ ഗ്രേഡ് SCR എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് എടുത്ത് ചോദിക്കുക. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചാൽ മതിയാവും. സ്ലോ ടേൺ ഓഫ് ടൈം, കൺവെർട്ടർ ഗ്രേഡ്, ഫാസ്റ്റ് ടേൺ ഓഫ് ടൈം, ഇൻവെർട്ടർ ഗ്രേഡ്. ദെൻ സീരീസ് ആൻഡ് പാരലൽ ഓപ്പറേഷൻ ഓഫ് SCRൻ്റെ സീരീസും അതുപോലെ പാരലൽ ഓപ്പറേഷനും കുറിച്ച് നോക്കാം. പ്രസൻ്റ്ലി നമ്മുടെ SCR ഈസ് അവൈലബിൾ വിത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് റേറ്റിംഗ്സ് ഓഫ് 10 kV അതുപോലെ 3 kA ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ സം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ദ ഡിമാൻഡ് ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് റേറ്റിംഗ്സ് ഈസ് സോ ഹൈ. ഡിമാൻഡ് കൂടുതലാണ്. സച്ച് ദാറ്റ് ഒരു സിംഗിൾ SCR കനോട്ട് ഫുൾഫിൽ സച്ച് എ റിക്വയർമെൻറ്റ്സ്. ഒരു സിംഗിൾ SCR നമ്മളെ റിക്വയർമെൻറ്റ്സ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ ഇൻ സച്ച് കേസസ് SCRs ആർ കണക്റ്റഡ് ഇൻ സീരീസ്. SCRs സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ഡിമാൻഡ്
നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയാണ് ചോദിച്ചാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഡിമാൻഡ് നേടിയെടുക്കാനും പാരലായിട്ട് സീരീസ് കണക്ട് ചെയ്യുന്ന ഹൈ കറണ്ട് ഡിമാൻഡ് നേടിയെടുക്കാനുമാണ്. ഓക്കെ, അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് വോൾട്ടേജ് ഡിമാൻഡിന് വേണ്ടി, പാരലായിട്ട് കണക്ട് ചെയ്യുന്ന കറണ്ട് ഡിമാൻഡിന് വേണ്ടിയാണെന്ന് ഓർക്കാം. For series or parallel connected SCRs, it should be ensured that each SCR rating is fully utilized and the system operation satisfactory. Fully utilized ചെയ്യുന്ന സിസ്റ്റം സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ ഉണ്ട്. അതിന് ബന്ധപ്പെട്ട ഒരു ടേമാണ് സ്ട്രിങ് എഫിഷ്യൻസി. ക്ലിയർ? അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് SCRs ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലുള്ള SCRൻ്റെ ഡിഗ്രി ഓഫ് യൂട്ടിലൈസേഷനെയാണ് നമ്മൾ എന്താ പറയുക സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അൺഈക്വൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഷെയറിംഗ് ആണ് ഉണ്ടാകുന്നത്. സോ അൺഈക്വൽ വോൾട്ടേജ് ഓർ കറണ്ട് ഷെയറിംഗ് ബൈ SCRs ഇൻ എ സ്ട്രിങ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് ഏത് യൂസ് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ ഇക്വലൈസിങ് സർക്യൂട്ട്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഇക്വലൈസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ അൺഈക്വൽ ഷെയറിങ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒഴിവാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ ഒരു ടെർമിനോളജിയും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ടത് ആ സീരീസിൽ കണക്ട് ചെയ്ത ഹൈ വോൾട്ടേജ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനും പാരലൽ കണക്ട് ചെയ്ത ഹൈ കറണ്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുമാണ്. ഇനി സ്ട്രിങ് എഫിഷ്യൻസി. സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് SCRs കണക്ട് ഇൻ സീരീസ് ഓർ പാരലൽ is defined as string efficiency equal to actual voltage or current rating of whole string, മൊത്തം സ്ട്രിങ്ങിൻ്റെ ആക്ച്വൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ് ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ് ഓഫ് 1 SCR. ഒരു SCRന് ഇൻഡിവിജ്വൽ വോൾട്ടേജ് റേറ്റിംഗ് എടുക്കുക ഇൻറ്റു നമ്പർ ഓഫ് SCRs ഇൻ ദ സ്ട്രിങ്. എത്ര SCR അല്ല എത്ര സ്ട്രിങ്ങിൽ എത്ര SCR ഉണ്ട് എന്നുള്ളതിന് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൊത്തം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഒറ്റ വോൾട്ടേജ് ഇൻറ്റു നമ്പർ ഓഫ് സ്ട്രിങ്. ഇത് ചിലപ്പോൾ ഈ ഫോമിൽ ഇങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. എങ്ങനെയായാലും ഓർത്ത് വെക്കുക, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സ്ട്രിങ് എഫിഷ്യൻസിൻ്റെ വാല്യൂ എപ്പോഴും <1 ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ എ മെഷർ ഓഫ് റിലയബിലിറ്റി ഓഫ് സ്ട്രിങ്ങിൻ്റെ റിലയബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു ടേമാണ് ഡീറേറ്റിംഗ് ഫാക്ടർ, DRF എന്ന് പറയും. ഓക്കെ, അപ്പോൾ DRF എന്ന് പറഞ്ഞാൽ അതും ഓർക്കുക 1 മൈനസ് സ്ട്രിങ് എഫിഷ്യൻസിയാണ്. അപ്പോൾ ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സ്ട്രിങ് എഫിഷ്യൻസി എന്നുള്ള പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ജസ്റ്റ് ടെർമിനോളജി പഠിച്ച് പോയാൽ മതി, സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് 3300 വോൾട്ടാണ്. നമുക്ക് 6 സീരീസ് കണക്റ്റഡ് SCRs കയ്യിലുണ്ട്, ഓരോന്നും 600 വോൾട്ടാണ്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി എങ്ങനെ കിട്ടും? നമുക്കറിയാലോ, സ്ട്രിങ് എഫിഷ്യൻസി ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദ സ്ട്രിങ് 3300 ഡിവൈഡഡ് ബൈ ഒരു വോൾട്ടേജ് 600 ഇൻറ്റു 6 അല്ലേ? നിങ്ങൾക്ക് കിട്ടും 0.917 എന്നാണ് കിട്ടുക, അല്ലെങ്കിൽ 91.7% സ്ട്രിങ് എഫിഷ്യൻസി കിട്ടുക. ഡീറേറ്റിംഗ് ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് സ്ട്രിങ് എഫിഷ്യൻസിയാണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 91.7 എന്ന് കിട്ടും. യു വിൽ ബി ഗെറ്റിംഗ് 0.083 അല്ലെങ്കിൽ 88.3% എന്നാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും, നമ്മളെ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇനി സീരീസ് കണക്റ്റഡ് SCRs അല്ലേ? നമ്മളിങ്ങനെ സീരീസ് കണക്റ്റഡ് എന്തിനാണ് ചെയ്യുന്നത്? വെൻ സിസ്റ്റം വോൾട്ടേജ് ഇസ് മോർ ദാൻ ദ വോൾട്ടേജ് റേറ്റിംഗ്. ഒരു ഫിക്സഡ് വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ സിസ്റ്റം വോൾട്ടേജ് ആ വോൾട്ടേജ് റേറ്റിങ്ങിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ SCRനെ എങ്ങനെ കണക്ട് ചെയ്യണം? ഒരു സ്ട്രിങ്ങിൽ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് കൂടുന്ന ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ആ വോൾട്ടേജ് റേറ്റിംഗ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിമാൻഡ് കൂട്ടാനാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജസ്റ്റ് അത് എങ്ങനെയാണ് കണക്ഷൻ എന്ന് ഓർക്കുക, അതിൻ്റെ ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം ഓർക്കുക. ഇതാണ് നമ്മുടെ എന്ത് SCR, ഇത് 2, ഇത് എത്രയാണ് 1 അല്ലേ? ഇതാണ് നമ്മൾ കറണ്ട് IO, ഇതിൻ്റെ ക്രോസ് ഉള്ളതാണ് V1, ഇതിൻ്റെ ക്രോസ് ഉള്ളതാണ് നമ്മുടെ എന്ത് V2 അല്ലേ? 1 to V2. അപ്പം ഇതിൻ്റെ ക്രോസ് ഉള്ള വോൾട്ടേജാണ് V1 V2 പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്ട്രിങ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് ദിസ് 2 SCRs ആർ ഗിവൺ ബൈ V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2V1. ഇത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, 2 SCR സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐഡൻറ്റിക്കൽ റേറ്റിംഗ് ആണെങ്കിൽ V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2V1 ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? ഇതുപോലെ പാരലൽ SCR ഉണ്ട്. പാരലൽ SCRൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കറണ്ട് ഡിമാൻഡാണ് നമ്മൾ കാണുന്നത് അല്ലേ? സോ വെൻ കറണ്ട് റിക്വയർഡ് ബൈ ലോഡ് ഈസ് മോർ ദാൻ ദ കറണ്ട് റേറ്റിംഗ് ഓഫ് സിംഗിൾ തൈറിസ്റ്റർ, SCRs നമ്മൾ എന്ത് ചെയ്യണം? പാരലലി നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം അല്ലേ? SCRs നമ്മൾ പാരലലി കണക്ട് ചെയ്യുമ്പോൾ
നമുക്ക് നേരത്തെ ഉണ്ടായ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇക്വേഷൻ വരുന്നുണ്ട്. അതേ ഇക്വേഷൻ വരുന്നത് വെച്ചാൽ നമ്മൾ പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻസ് ആണ് വരിക. അപ്പോൾ അതിന് മുന്നേ പാരലലുള്ള കണക്ഷൻ നോക്കുക. ഇവിടെ ഫസ്റ്റ് SCR, ഇത് നമ്മുടെ സെക്കൻഡ് SCR അല്ലേ. അപ്പോൾ പാരലൽ ആകുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആവും അല്ലേ. ഇതിൽ I1ഉം ഇതിലെന്താണ് I2, ഈ വോൾട്ടേജാണ് VT അല്ലേ. അപ്പം ഇതിൻ്റെ സ്ട്രിങ് എഫിഷ്യൻസി എങ്ങനെ വരിക? സ്ട്രിങ് എഫിഷ്യൻസി വിൽ ബി I1 + I2 / 2I1. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. നേരത്തെ V1 + V2 / 2V1 ആയിരുന്നു. അതുപോലെ ഇവിടെ I1 + I2 / 2I1 ആണ്. ഇത്രയും പഠിച്ചാൽ മതി, അത്രയൊക്കെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എന്താണ് ബക്ക് കൺവേർട്ടർ? നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺവേർട്ടർ, സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറാണ് ബക്ക് കൺവേർട്ടർ. ബൂസ്റ്റ് കൺവേർട്ടർ ഉണ്ട് ഇതുപോലെ. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ആണ്, ബക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ പവർ ഇലക്ട്രോണിക് സ്വിച്ച് കൺവേർട്സ് DC വോൾട്ടേജ് വേരിയബിൾ കോൺസ്റ്റന്റ് DC വേരിയബിൾ DCയിലേക്ക് ആക്കുന്ന DC to DC എന്തായിരുന്നു? ചോപ്പർ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിയും എല്ലും VO തന്നിട്ടുണ്ട്. പീക്ക് കറണ്ട് ത്രൂ ദ ഡയോഡ്. ഡയോഡിലുള്ള പീക്ക് കറണ്ട് കാണേണ്ട ഇക്വേഷനാണ്. ഓക്കെ, പീക്ക് കറണ്ട് കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ സിമ്പിളായി ചെയ്യാം. ഇറ്റ് ഈസ് VS × √C/L. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 100 × √C എത്രയാണ്? 10 × 10⁻6 / L 10⁻³ അല്ലേ. അപ്പോൾ എത്ര വരും? 100 × 10 കട്ടായപ്പോൾ 10⁻√10⁻5 / 10⁻3. അപ്പോൾ 100 × √10⁻². അപ്പോൾ കട്ടായി പോയി 100 × 10⁻1 റൂട്ടിന് പുറത്തെടുത്തു. അപ്പോൾ 10 ആംപിയർ അല്ലേ. 100 × 10 അപ്പോൾ 10 ആംപിയർ. ദിസ് ഈസ് ദ ആൻസർ. കാണുമ്പോൾ വലിയ ക്വസ്റ്റൻ ആയിട്ട് തോന്നുന്നു. ഇക്വേഷൻ ആണെങ്കിൽ ഒരു സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഒരു ഡയോഡ് LC സർക്യൂട്ടിലെ ഇക്വേഷനാണിത്, √C/L. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് ഗേറ്റ് കറണ്ട് 25 mA ഈസ് അപ്ലൈഡ് ടു ടേൺ ഓൺ ആൻ SCR ഓൺ ആക്കാൻ വേണ്ടി 25 mA കൊടുത്തു അല്ലേ. ആനോഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് SCR ഈസ് ഫൗണ്ട് ടു ബി 100 ആംപിയർ. ഇതിലെ ഫ്ലോ ചെയ്യുന്ന ആനോഡ് കറണ്ട് എത്രയാണ്? 100 ആംപിയർ ആണെന്ന് കണ്ടു. വാട്ട് വിൽ ബി ദ ആനോഡ് കറണ്ട് ത്രൂ ദ SCR ഇഫ് ദ ഗേറ്റ് കറണ്ട് ഈസ് സഡൻലി അല്ലെങ്കിൽ ഗ്രാജുവലി റെഡ്യൂസ്ഡ് ടു 10 mA. 10 mA ആനോഡ് കറണ്ട് കുറച്ച് കഴിഞ്ഞാലുള്ള അല്ലേ, ഗേറ്റ് കറണ്ട് കുറച്ച് കഴിഞ്ഞാലുള്ള SCRൻ്റെ അവസ്ഥ എന്താണ് അല്ലേ. ഹോൾഡിംഗ് കറണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ആനോഡ് കറണ്ട് വെൻ യുവർ ഗേറ്റ് ഈസ് ഗ്രാജുവലി റെഡ്യൂസ് ടു 10 mA. ഓക്കെ, ആദ്യം ഗേറ്റ് 25 ആയിരുന്നു, പിന്നെ എന്ത് ചെയ്തു? 10 കുറച്ചു. അപ്പോൾ ആനോഡ് കറണ്ട് എന്തായിരിക്കും? നമ്മളിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അറിയുകയാണെങ്കിൽ അറിയാം. എന്താണ്? ഈ വൺസ് നിങ്ങളുടെ ഗേറ്റ് കറണ്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂ തന്നെയായിരിക്കും. അത് കുറച്ചാലും ശരി കൂട്ടാലും ശരി ഒന്നും മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങളുടെ ഗേറ്റ് കറണ്ട് ഉണ്ട്, എന്നിട്ട് നിങ്ങൾ ഗേറ്റ് കറണ്ട് കുറച്ചാലും എന്ത് സംഭവിക്കുന്നില്ല? ഗേറ്റ് കറണ്ടിന് എന്ത് ചെയ്യുന്നില്ല? മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം എത്രയാണോ നിങ്ങളുടെ SCR ഉണ്ടായിരുന്ന ആനോഡ് കറണ്ട് അത് തന്നെയായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുക? ഗേറ്റ് കറണ്ട് കുറച്ചാലും എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? ആനോഡ് കറണ്ട് എത്രയാണോ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും എൻ്റെ ആൻസർ. സോ ഗേറ്റ് കറണ്ട് ഈസ് ഇമ്മെറ്റീരിയൽ അല്ലേ. ഗേറ്റ് കറണ്ട് കുറച്ചാലും കൂട്ടിയാലും അല്ലെങ്കിൽ റിമൂവ് ചെയ്താലും പോലും നിങ്ങളുടെ ആനോഡ് കറണ്ടിന് എന്ത് ചെയ്യുന്നില്ല? മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സോ ആനോഡ് കറണ്ട് എത്രയുണ്ട്? 100 ആംപിയർ ഉണ്ട്. അത്രയും തന്നെയായിരിക്കും നിങ്ങളുടെ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കറണ്ട്. നല്ല ക്വസ്റ്റ്യൻ, ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. ഓക്കെ, ദെൻ അടുത്തത് ഹൗ മെനി നമ്പർ ഓഫ് SCRs ആർ റിക്വയർഡ് ഫോർ കൺസ്ട്രക്ടിങ് എ സിംഗിൾ ഫേസ് കൺവേർട്ടർ സർക്യൂട്ട്. കൺവേർട്ടർ സർക്യൂട്ടൊക്കെ ജസ്റ്റ് പറയാൻ ഞാൻ പിന്നെ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ഒരു കൺവേർട്ടർ സർക്യൂട്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ സർക്യൂട്ട് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഒരു T1 ഉണ്ട്, ഇവിടെ ഒരു T3 ഉണ്ട്, ഇതിൻ്റെ ക്രോസ് ഒരു ലോഡുണ്ട്. ക്ലിയർ? ഇതിലെ ലോഡ് കറണ്ട് IO ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് D1 D4 D2. ക്ലിയർ? ഇതൊരു സിംഗിൾ ഫേസ്
സെമി കൺട്രോൾഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ സെമി കൺവേർട്ടർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫുള്ളാണോ ഹാഫാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒന്ന് തന്നിട്ടില്ല അത് ഫുള്ളാന്ന് വിചാരിക്കുക. ഹാഫ് ആണെങ്കിൽ എടുത്ത് ഹാഫ് എന്ന് പറയും അല്ലേ. ഇതിൽ എത്ര ഡയറസ്റ്റർ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ ആൻസർ എത്രയാണ്? 2. ഓക്കെ, ഇതൊരു സിമെട്രിക്കൽ കോൺഫിഗറേഷൻ എന്നാണ് ഇതിന് പറയുക. ഓക്കെ, അസിമെട്രിക്കൽ ആണെങ്കിലും പ്രത്യേകത ഒന്നുമില്ല. ഈ ഇവിടെയുള്ള ട്രൈറസ്റ്റർ എടുത്തിട്ട് ഇവിടെ വയ്ക്കും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും? ഡയോഡ് ഇങ്ങോട്ടേക്ക് പോകും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എങ്ങനെയായാലും 2 ഡയറസ്റ്ററും 2 ഡയോഡാണ് ഉള്ളത്. ഏതിന്? ഒരു സെമി കൺവേർട്ടറിന് ഉള്ളത് എന്ന് ഓർക്കുക. അത് ഹാഫ് വേവ് ആണെങ്കിൽ 1 ആവും, ഇത് ഫുൾ വേവ് ആണ് തന്നുകൊണ്ട് തന്നെ നമുക്കറിയാം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അതിൽ നിന്ന് ഓർക്കുക. ക്ലിയർ? പിന്നെ സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യും അല്ലേ. സ്നബ്ബർ സർക്യൂട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? സ്നബ്ബർ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് dV/dt പ്രൊട്ടക്ഷനാണ് നമ്മൾ സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യുക. dI/dtക്ക് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഇൻഡക്ടറിനെ സീരീസ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ല? അപ്പോൾ dV/dt പ്രൊട്ടക്ഷൻ സ്നബ്ബർ, dI/dtയിൽ ഇൻഡക്ടറിനുള്ള പ്രൊട്ടക്ഷൻ. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഫേസ് കൺട്രോൾ റെക്ടിഫയറും മറ്റുള്ള കാര്യങ്ങളാണ് നോക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ SCRനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം നമ്മൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്തൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, എടുത്ത് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് എന്തായാലും SCRൽ കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Okay then, thank you.